ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനൊരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടല്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ രശ്മിയുടെ ക്ലാസ് വന്നു. ആ ക്ലാസ്സിൽ എനിക്ക് ചില കൊച്ചു കൊച്ചു അസുഖങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ പറഞ്ഞപ്പോൾ ധാരാളം പേര് അതിൽ വിഷമിച്ചതായി കണ്ടു. അതെല്ലാം നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹവും അംഗീകാരവുമായി ഞാൻ കാണുകയാണ്. അല്പ ദിവസം വിശ്രമിക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ആ വിശ്രമത്തിനിടയിലും ക്ലാസ് എടുക്കാനുള്ളൊരു ശ്രമം ഞാൻ നടത്തി. പക്ഷേ സൂരജും കൂട്ടരും കൂടി സാറ് ഇപ്പോൾ ഉടനെ ക്ലാസ് എടുക്കണ്ട, അല്പം കഴിയട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നെ നിങ്ങൾ കാണാതിരുന്നത്. എന്നെ കണ്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. കാരണം ഇത് വളരെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് നമ്മുടെ ക്ലാസ് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്പ ദിവസം ഈ ക്യാമറയുടെ മുന്നിൽ ഞാൻ ഇല്ലായിരുന്നുവെങ്കിലും നിരന്തരം നിങ്ങളുടെ സിലബസ് നോക്കുന്നതിനും നോട്ടുകൾ തയ്യാറാക്കുന്നതിനും വേണ്ടി തന്നെയാണ് ഞാൻ വിനിയോഗിച്ചത്. നമ്മുടെ ക്ലാസ്സിനെ സംബന്ധിച്ച് വീണ്ടും ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. വാരി വലിച്ച് പഠിപ്പിക്കലല്ല, പരീക്ഷയ്ക്ക് ഉതകുന്ന രീതിയിൽ പാഠഭാഗങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അല്പം താമസിക്കട്ടെ. എല്ലാ കുട്ടികളും എല്ലായിടത്തുമൊക്കെ പോയി കണ്ടു തീർന്നതിന് ശേഷം എൻ്റെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് കുറിക്ക് കൊള്ളുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും സിലബസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതിൽ സംശയമില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടിയാണ് ഈ ക്ലാസ്സിൽ നിൽക്കുന്നത്. അവരെ സംരക്ഷിക്കാനും അടുത്ത ഓണത്തിന് മുമ്പ് അവർക്കൊരു സർക്കാർ ജോലി ഉണ്ടാക്കി കൊടുക്കാനും തീർച്ചയായിട്ടും ഞങ്ങൾ ശ്രമിക്കുക തന്നെ ചെയ്യും. സിലബസിൽ ഇനി പഠിപ്പിച്ച് തീർക്കാനുള്ള ഭാഗങ്ങളുണ്ട്. ആ പഠിപ്പിച്ച് തീർക്കാനുള്ള ഭാഗങ്ങളൊക്കെ പഠിപ്പിച്ച് തീർക്കും. ഏകദേശം 500-ലധികം ക്ലാസ് ഓൺലൈനിൽ കിടപ്പുണ്ട്. ആ ക്ലാസ് കണ്ടാൽ മാത്രം മതി ഒരു സർക്കാർ ജോലി കിട്ടാൻ. പക്ഷെ അത് എത്ര പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇംഗ്ലീഷിനെ സംബന്ധിച്ചാണ് പലരും എന്നെ തിരക്കുന്നത്. ഇംഗ്ലീഷ് ക്ലാസ് എത്രയും പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് ക്ലാസ് വരും. കാരണം ഡിഗ്രി ലെവലിൽ പരീക്ഷ എഴുതുന്ന കുട്ടികളെ എനിക്ക് സഹായിക്കേണ്ടതുണ്ട്. അതോടൊപ്പം LDC മറ്റ് പരീക്ഷകളും. അതുകൊണ്ട് ഇംഗ്ലീഷ് ക്ലാസ് എത്രയും പെട്ടെന്ന് തന്നെ വരും. പഴയ മോഡലിൽ വേണമെന്നുള്ളത് നിങ്ങളൊന്ന് അഭിപ്രായം അറിയിക്കുക. കാരണം നമ്മൾ ക്ലാസ് തുടങ്ങുന്നത് പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ 10 എഴുതിയാണ് ക്ലാസ് നമ്മൾ കഴിഞ്ഞ തീരെയൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ തന്നെ വേണോ അതോ പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടന്നാൽ മതിയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതണം. ഈ അഭിപ്രായങ്ങൾ എഴുതിയാൽ മാത്രമേ ഈ ക്ലാസ് വളരെ ശക്തിയായി മുന്നോട്ട് പോകുള്ളൂ. നിങ്ങൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും അഭിപ്രായങ്ങൾ എഴുതാം. അഭിപ്രായം എല്ലാം നമുക്ക് അനുകൂലമായി എഴുതണമെന്നുള്ളതല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇനി പരീക്ഷയെ സംബന്ധിച്ചാണ്, അത് പറയാനാണല്ലോ ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. വെള്ളിയാഴ്ചയാണ് നമ്മുടെ പരീക്ഷ. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിക്ക് വരുന്ന പരീക്ഷ 50 ചോദ്യം ഇന്ത്യൻ ജിയോഗ്രഫിയാണ്. 50 ചോദ്യത്തിൽ 200 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതിലെ നദികൾ, ഇന്ത്യയുടെ കാലാവസ്ഥ എന്ന് വേണ്ട, ആ കേരളം കഴിഞ്ഞാൽ വരുന്ന 2ാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യ. അത് LDCക്കും ഡിഗ്രിക്കും +2 എല്ലാത്തിനും ഉള്ളതാണ്. ലാസ്റ്റ് ഗ്രേഡിനും അത് ആവശ്യമുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഇന്ത്യൻ ജിയോഗ്രഫിയാണ് വെള്ളിയാഴ്ച 4 മണിക്ക് വരുന്ന ക്ലാസ്. ഈ ക്ലാസ് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഓൺലൈനിൽ കിടക്കുന്ന ഇന്ത്യ പാർട്ട് 1, പാർട്ട് 2 മുതൽ അങ്ങോട്ട് കണ്ടു തീർക്കണം. അത് നിങ്ങൾ നിർബന്ധമായി ചെയ്യണം. അപ്പോൾ വെള്ളിയാഴ്ചത്തെയാണ് ആദ്യത്തെ ടെസ്റ്റ് പേപ്പർ. 50 ക്വസ്റ്റ്യൻ, 200 സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇന്ത്യയെ സംബന്ധിച്ച് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശനിയാഴ്ചയുടെ അന്ന് ഓണമാണ്. മലയാളികൾ മുഴുവൻ
ആഘോഷിക്കുന്ന ഓണം ശനിയാഴ്ചയാണ്. ഓണത്തെക്കുറിച്ച് PSC ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. ഒന്ന്, ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകമാണ് മധുരൈ കാഞ്ചി, മാങ്കുടി മരുതനാർ. മാങ്കുടി മരുതനാർ, മധുരൈ കാഞ്ചി. ഓണത്തോടനുബന്ധിച്ച് അത്തംഘോഷയാത്ര നടത്തുന്ന ഇവിടെ PSC ചോദിച്ചതാണ്. തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. അത് നമുക്ക് വിട്ടുകളയാം. ശനിയാഴ്ച ഓണമാണ്. എല്ലാവരും സാമൂഹ്യ അകലം പാലിച്ച് വലിയ ഒച്ചപ്പാടുകളൊന്നുമില്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഓണാഘോഷ പരിപാടികളിൽ ഏർപ്പെടണം. ഈ ശനിയാഴ്ചയുടെ അന്ന് ഒരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ചാൽ, നെടുമങ്ങാട് PSC കോച്ചിങ് സെൻറ്റർ തുടങ്ങുന്നത് 2000-ലാണ്. ആ 2000 തുടങ്ങിയത് 20 വർഷം തികഞ്ഞപ്പോൾ ഇതിൻ്റെ അഭ്യുദയകാംക്ഷികൾ ഇതൊന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു. വിദ്യാർത്ഥികൾ, ജോലി കിട്ടിപ്പോയവർ എല്ലാവരും കൂടി ചേർന്ന് സമുചിതമായി ആ ആഘോഷ പരിപാടികൾ നടത്തുകയുണ്ടായി. ആ ആഘോഷ പരിപാടിയുടെ വീഡിയോ ശനിയാഴ്ചയുടെ അന്ന് ഇടും. 4 മണിക്കൂറാണ്. അത് കണ്ട് സമയം പാടിക്കളയരുത്. സമയമുള്ളപ്പോഴൊക്കെ വേണമെങ്കിലും ഒന്ന് കാണാം. കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ആ ത്രില്ല് എന്താണെന്ന് മനസ്സിലാകും. ഇപ്പോൾ 2000 തുടങ്ങിയ ഫ്രണ്ട്സ് സ്റ്റഡീസ് സെൻറ്റർ നെടുമങ്ങാട്, തിരുവനന്തപുരം ജില്ല, അതാണിപ്പോൾ ചക്രപാണി ക്ലാസ്സസ് 2.0 ആയി രൂപാന്തരപ്പെട്ടതെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അപ്പോൾ ശനിയാഴ്ച അങ്ങനെ കഴിഞ്ഞു. ശനിയാഴ്ച ഓണം. അന്ന് നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ ആഘോഷത്തിൻ്റെ വീഡിയോ വേണമെങ്കിൽ കാണാം. ഞാൻ നിർബന്ധിക്കില്ല. ഞായറാഴ്ച ക്ലാസ് വരുന്നുണ്ട് പുലർച്ചെ 4 മണി. ഞായറാഴ്ചത്തെ ക്ലാസ് എന്ന് പറയുന്നത് 17/8, ഈ കഴിഞ്ഞ 17-ാം തീയതി നടന്ന പരീക്ഷയുടെ ഡ്രൈവർ പരീക്ഷ. ഡ്രൈവർ പരീക്ഷയുടെ 50 മാർക്ക് ടെക്നിക്കലും 50 മാർക്ക് GK-യുമാണ്. ആ 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഞായറാഴ്ച പുലർച്ചെ വരുന്നത്. 50 മാർക്ക്. അത് ഏറ്റവും റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള പരീക്ഷയാണ് PSC നടത്തിയിട്ടുള്ളത്. അതിനുള്ള കറണ്ട് അഫയേഴ്സ്, അതിനുള്ള GK എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ക്ലാസ്സാണ് വരാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. തിങ്കളാഴ്ചയുടെ അന്നത്തെ ടെസ്റ്റ് പേപ്പർ, ഇപ്പോൾ ടെസ്റ്റ് പേപ്പർ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റ് പേപ്പർ വരുന്ന തിങ്കളാഴ്ച പുലർച്ചെ 4 മണിക്കാണ്. തിങ്കളാഴ്ച പുലർച്ചെ 4 മണിക്ക് വരുന്ന ടെസ്റ്റ് പേപ്പറിൽ എല്ലാവരും ശ്രദ്ധിച്ച് എഴുതിയെടുത്തോളണം. 25 മാർക്ക് ഇന്ത്യൻ ഭരണഘടന, 25 മാർക്ക് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സിൻ്റെ 25 ക്വസ്റ്റ്യനാണ്. 25 ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 100 സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ 25 ക്വസ്റ്റ്യൻ, 100 സ്റ്റേറ്റ്മെൻറ്റ്സ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വെള്ളിയും തിങ്കളും പുലർച്ചെ 4 മണിക്ക് ടെസ്റ്റ് പേപ്പറാണ്. ടെസ്റ്റ് പേപ്പർ എഴുതാൻ എല്ലാവരും തയ്യാറാകണം. അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു വളരെ സന്തോഷകരമായ ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം LDC പരീക്ഷയുടെയും ലാസ്റ്റ് ഗ്രേഡിൻ്റെയും ICDS പരീക്ഷ ഉൾപ്പെടെയുള്ള ഈ കഴിഞ്ഞ പ്രാഥമിക പരീക്ഷകളുടെയൊക്കെ റിസൾട്ട് വരാൻ പോകുന്നു. സെപ്റ്റംബർ 15 റിസൾട്ട് വരും. അപ്പോൾ അത് ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. അത് കഴിഞ്ഞാൽ സെപ്റ്റംബറിലാണ് ഡിഗ്രി ലെവലിലുള്ള പരീക്ഷ ആദ്യം നടക്കുന്നത്. ഈ ഡിഗ്രി ലെവലിലുള്ള പരീക്ഷയ്ക്കാണ് ഇനി 1 മാസം ഞങ്ങൾ ശ്രമിക്കാൻ പോകുന്നത്. ഞാനും നമ്മുടെ അധ്യാപകരും 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു തീവ്ര പരിപാടിയാണ്, തീവ്രയജ്ഞ പരിപാടി. നമ്മൾ ആളുകൾ കുറേ പേര് SIമാരാകണം, നമ്മളെ ആളുകൾ കുറേ പേര് സെക്രട്ടേറിയറ്റിൽ കടന്നു ചെല്ലണം. അതിനുവേണ്ടി ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കുള്ള ബാക്കി തീരാനുള്ള ഭാഗം ഇംഗ്ലീഷും സിവിക്സും എക്കണോമിക്സും പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കൂടെ നോക്കി. ക്വസ്റ്റ്യൻ പേപ്പർ 2000 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ച് തുടങ്ങി. അതിലാണ് ഒന്നാണ് 2009 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു രസത്തിൽ തന്നത്. ഈ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവേശം ചോരാതിരിക്കാനാണ്. എനിക്ക് വേണമെങ്കിൽ 100 ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, 100 എണ്ണവും നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ നിരാശരാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ 100 ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ നിരാശനാകും. അപ്പം നമുക്ക് നിരാശപ്പെടുത്തലല്ല, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല, ഒരു ജീവിതം കെട്ടിപ്പടുക്കാനാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കുള്ള കൂടുതൽ ക്ലാസ്സുകളായിരിക്കും ഇനി വരുന്നത്. ആ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കുള്ള ക്ലാസ്സുകൾ ലാസ്റ്റ് ഗ്രേഡിനും LDCക്കും +2 നിലവാരത്തിൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്കും ഉപകരിക്കും.
+2 നിലവാരത്തിലുള്ള പോലീസ് പരീക്ഷയ്ക്കുള്ള IPCയും എക്സൈസ് പരീക്ഷയ്ക്കുള്ള അവരുടെ സാങ്കേതിക കാര്യങ്ങളും എല്ലാം ഒക്ടോബറിലെ തുടങ്ങും. കാരണം ഡിഗ്രി പരീക്ഷ കഴിയട്ടെ, അതിനുശേഷം മാത്രമേ അത് തുടങ്ങുള്ളൂ. LDC പരീക്ഷ തുടങ്ങുന്നത് നവംബർ 20-നാണ്. ഞാൻ ആലോചിക്കണേ, നവംബർ 20 ഒന്ന് ആഞ്ഞു പിടിച്ചാൽ 20 ദിവസം കൊണ്ട് പഠിച്ച് LDC വാങ്ങാം. 20 ദിവസം മതി LDC ഒക്കെ ജയിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നവംബർ 20 വരെ ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ സിലബസ് പല പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്ത് 2000 മുതൽ എൻ്റെ ഇരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറും തീർത്ത് ഇതെല്ലാം ചെയ്യാനുള്ള സമയം നമുക്ക് ആവശ്യം പോലെ ഉണ്ട്. ഇതിനിടയിൽ SSLC നിലവാരത്തിൽ നടന്ന 5 പരീക്ഷയുടെ പ്രാഥമിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും +2 നിലവാരത്തിൽ നടന്ന 2 ക്വസ്റ്റ്യൻ പേപ്പറും, അപ്പോൾ 7 ക്വസ്റ്റ്യൻ പേപ്പറുടെ ഒരു ചെറിയ ബുക്ക്ലെറ്റ് അച്ചടിക്കാൻ കൊടുത്തു. അത് പ്രസ്സിൽ അച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രിൻ്റ് ചെയ്ത് പുറത്തു വരുമ്പോൾ അത് ആവശ്യമുള്ളവർ അറിയിച്ചാൽ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭ്യമാക്കും. മൊത്തം 7 ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യം ഉത്തരമായിട്ട് തന്നെയാണത് വരുന്നത്. അപ്പോൾ LDC പരീക്ഷ നവംബർ 20-ാം തീയതി തുടങ്ങും. ചുവരിൽ എഴുതിയിടുക നവംബർ 20, എൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ദിവസമാണ് നവംബർ 20. അത് ഓർമ്മിച്ച് വച്ചേക്കുക. നവംബർ 20 ലോക ശിശുദിനമാണ്. നവംബർ 20. ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ നവംബർ 27-ാം തീയതിയാണ്. നവംബർ 27-ാം തീയതിയാണ് പരീക്ഷ. ഡിഗ്രി പരീക്ഷയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനാവശ്യമായ രീതിയിൽ സിലബസ് എല്ലാം തീർത്ത് ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ ഉயிருണ്ടെങ്കിൽ അടുത്ത ഓണത്തിന് നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരായി മാറും. കുറച്ച് പേര്, നമ്മൾ ഈ ചാനൽ കാണുന്ന കുറച്ച് പേര്. +2 നിലവാരത്തിലുള്ള പോലീസിൻ്റെ പ്രാഥമിക പരീക്ഷ സിലബസ് വന്നിട്ടുണ്ട്. പ്രാഥമിക പരീക്ഷയുടെ സിലബസ് വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ നാട്ടിൽ കായിക പരിശീലനം തുടങ്ങി. നിങ്ങൾ ആ കോൺഫിഡൻസ് ഈ കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട്ട കുട്ടികൾ കായിക പരിശീലനം ഇപ്പോഴും തുടങ്ങിയത്? അവർക്കറിയാം ഈ +2 നിലവാരത്തിലുള്ള പരീക്ഷ റിട്ടൺ ടെസ്റ്റ് അവർക്ക് കിട്ടിയിരിക്കും. അതുകൊണ്ട് കായിക പരിശീലനം പൂർത്തിയാക്കി വെച്ച ജോലി ഉറപ്പായി. അതാണ് നെടുമങ്ങാട്ടെ കൾച്ചർ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഒരു സന്തോഷകരമായ അവസ്ഥ കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ നിൽക്കുന്ന കുട്ടികൾ, ആ ചാനലിൽ നിൽക്കുന്ന കുട്ടികൾ പല പ്രദേശത്തായിട്ട് ടെലഗ്രാം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഗ്രൂപ്പ് സ്റ്റഡി നടത്തുന്നുണ്ട്. അതിന് എനിക്ക് ആവേശം കൊള്ളുകയാണത്. അത് പാലക്കാട് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ്. പാലക്കാട് 100-ലധികം കുട്ടികളുണ്ട്. 24 മണിക്കൂറാണ്, 24 hours ഗ്രൂപ്പ് വർക്കാണ്. മാറി മാറി ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ച് മറിച്ച് നോക്കുകയാണ്. എൻ്റെ എല്ലാ ആശംസകളും പാലക്കാട് ഗ്രൂപ്പിന് ഞാൻ നൽകുന്നു. അതിനോടനുബന്ധിച്ച് എൻ്റെ പ്രദേശത്ത് അതായത് ഈ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ ഏകദേശം 100ഓളം പേരുണ്ട്. അത് 24 hours-ആണ്, നിർത്തില്ലാതെ മാറി മാറി ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഇത് നടത്തുകയാണ്. അത് ഏറ്റവും സന്തോഷകരമായ ഒരവസ്ഥയാണ്. കാരണം സ്വന്തം നിലയിലാണ്, ഇത് ആരും പ്രേരിപ്പിച്ചതല്ല, അത് നടക്കുകയാണ്. കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ, ധാരാളം ക്ലാസ്സുകൾ അതിനകത്ത് കിടപ്പുണ്ട്. ആ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കാണണം. വീണ്ടും ഒന്നുകൂടി വളരെ ഉത്സാഹത്തോടെ പഠിച്ചാൽ മാത്രമേ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റൂ. ഏറ്റവും നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഒരു ജീവിതം ഭംഗിയായി നമുക്ക് ജീവിച്ച് തീർക്കാൻ പറ്റൂ. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ, ചക്രവാണി സാറിൻ്റെ കൊച്ചു അസുഖങ്ങളെക്കുറിച്ചൊന്നും വ്യാകുലപ്പെടേണ്ടതില്ല. സാധാരണഗതിയിൽ എൻ്റെ പ്രായത്തിലുള്ള ആളുകൾക്ക് കൊച്ചു അസുഖങ്ങളൊക്കെ വരുമല്ലോ, അത് സ്വാഭാവികമല്ലേ. എന്നെ 1-2 ദിവസം കണ്ടില്ല എന്ന് വിചാരിച്ച് വിഷമിക്കരുത്. ചക്രവാണി സാർ ഇതിൻ്റെ പുറകിലുണ്ട്. അതായത് ഇന്ത്യയുടെ നട്ടെല്ല് കൃഷിയാണ്. അതേപോലെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഞങ്ങളുടെ അധ്യാപകരായിരിക്കും. ആ അധ്യാപകരെല്ലാവരും കൂടി വരുന്നുണ്ട് നിങ്ങൾക്ക് ആശംസ പറയാനായിട്ട്. നിങ്ങൾക്ക് ഓണാശംസ നേരുന്നതിന് അധ്യാപകരൂടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി നന്നായിട്ട് പഠിക്കണം. എൻ്റെ രോഗവിവരം തിരക്കിയ സമയത്ത് 2 കറണ്ട് അഫയേഴ്സ് അതിനകത്ത് എഴുതിയെങ്കിൽ എനിക്ക് എത്ര സന്തോഷകരമായിരുന്നു. സൂരജ് പറയുന്നത് ഒരുപാട് പേര് രോഗവിവരം അന്വേഷിക്കുന്നു എന്നാണ്. ആ സമയത്തെ 3-4 കറണ്ട് അഫയേഴ്സ് എഴുതും. നിങ്ങൾ എഴുതിയ കറണ്ട് അഫയേഴ്സ് എത്ര രസകരമായ കറണ്ട് അഫയേഴ്സാണ്. യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഇത്രമാത്രം പൊട്ടൻഷ്യൽ നിങ്ങൾക്കുണ്ട്. അതായത് കഴിഞ്ഞ ST ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ
ഒരു പരീക്ഷയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനുണ്ട്. ഇന്ത്യൻ യൂത്ത് ആർ നോട്ട് യൂസ്ലെസ് ബട്ട് യൂസ്ലെസ്. ഇന്ത്യൻ യൂത്ത്സ് ആർ നോട്ട് കെയർലെസ് ബട്ട് കെയർലെസ്. എസ്.ടി. ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് ചോദിച്ച പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യമാണ്. ഇംഗ്ലീഷിലായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാനിവിടെ അനാലിസിസ് നടത്തുന്നുണ്ട്. ഒരു തൊഴിൽ പ്രസിദ്ധീകരണങ്ങളും ആ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടില്ല. ആ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ രസകരമാണ്. അപ്പോൾ ഇന്ത്യൻ യൂത്ത്സ് ആർ നോട്ട് യൂസ്ലെസ് ബട്ട് യൂസ്ലെസ്. ഇന്ത്യൻ യൂത്ത്സ് ആർ നോട്ട് കെയർലെസ് ബട്ട് കെയർലെസ്. അവരെ കുറച്ച് മാത്രമേ നമ്മൾ കെയർ ചെയ്യുന്നുള്ളൂ. ഇന്ത്യൻ ചെറുപ്പക്കാർ പിന്നീട് യൂസ്ലെസ്സുകളല്ല, പക്ഷെ അവരെ കുറച്ച് മാത്രമേ രാജ്യം യൂസ് ചെയ്യുന്നുള്ളൂ. ഈ വാക്യം ആരുടേതെന്നാണ് ക്വസ്റ്റ്യൻ. ഈ വാക്യം ചിന്മയാനന്ദ സ്വാമിയുടേതാണ്. ചിന്മയാനന്ദ സ്വാമി, അദ്ദേഹത്തിൻ്റെ പേരാണ് ബാലകൃഷ്ണ മേനോൻ. ചിന്മയാനന്ദ സ്വാമിയുടേതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷായിരിക്കും ഞാൻ ആദ്യം എടുക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം തീർക്കും. എടോ, നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം തലങ്ങനെ വിലങ്ങനെ സവിസ്തരം ഇത് തീർത്തിരിക്കും. ഇപ്പം തന്നെ നിങ്ങൾക്ക് പലർക്കും ഒരു ആവേശമായി. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ 2009 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ ദിവസം ഇട്ടല്ലോ. അത് കേട്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും സന്തോഷമായി. കാരണം ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഉത്തരം മനസ്സിലായി. ഇതാണ് റിപ്പറ്റീഷൻ ഈസ് ദ മദർ ഓഫ് ടീച്ചിങ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ പരീക്ഷാ ഹാളിലേക്ക് പറഞ്ഞയച്ച് അടുത്ത ഓണത്തിന് സർക്കാർ ഉദ്യോഗസ്ഥരായ നിങ്ങളെ ഞാൻ കാണുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് ഓർമ്മിച്ച് വയ്ക്കണം, നന്നായിട്ട് പഠിക്കണം. ശനിയാഴ്ച ഒരു ദിവസം മാത്രം ഒരു കൊച്ചു ഓണാഘോഷം വീട്ടിനകത്ത് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന ആളുകൾ പറയില്ലേ, ഒരു കൊച്ചു ഓണാഘോഷം വീട്ടിൽ നടത്തുക. ബാക്കി സമയം പഠിക്കാൻ വേണ്ടി നിങ്ങൾ വിനിയോഗിക്കണം. നമ്മുടെ അധ്യാപകർക്ക് എല്ലാവരും നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കി നമ്മുടെ സ്ഥാപനത്തിൻ്റെ യശസ് വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.